ശ്രീമതി ദീപ്തി മേരി വർഗീസ്, എന്താണ് ഇന്നലെ കൊച്ചിയിൽ സംഭവിച്ചത്? കൊച്ചിയിൽ ഈ വെള്ളപ്പൊക്കം ഒരു പുതിയ കാര്യമൊന്നുമല്ല. വീടുകളിൽ, നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നതും പുതിയ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇത്രമാത്രം വെള്ളപ്പൊക്കം ഉണ്ടാകേണ്ട ഒരു സ്ഥിതിവിശേഷം, അത്ര മഴ ഇന്നലെ കൊച്ചി നഗരത്തിൽ പെയ്തിരുന്നു? മഞ്ജുഷ്, ഇത് അപ്രതീക്ഷിതമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇതിലും ശക്തമായ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ടിയിരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നഗരത്തിനകത്ത് ചെറിയ കാനകളുണ്ട്, അതേപോലെ വലിയ തോടുകളുണ്ട്. ഈ തോടുകളിൽ പലതും സ്ലാബ് ഇട്ട് മൂടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സ്ലാബ് ഇട്ട് മൂടിയിരിക്കുന്നത് തന്നെ വലിയ വീതിയിൽ, വലിയ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയൊന്നും ഈ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അത്തരത്തിൽ ചെയ്തു. അവിടെ സ്ലാബ് പൊക്കി ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട തോടുകൾ എന്ന് പറയുന്നത് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ചങ്ങാടംപോക്ക്, തേവര പേരണ്ടൂർ കനാൽ, അതേപോലെ മാന്ദ്ര കനാൽ, കൊച്ചിയിലുള്ള മാന്ദ്ര കനാൽ തുടങ്ങി പ്രധാനപ്പെട്ട തോടുകളുണ്ട്. ഇന്നിപ്പോൾ കൊച്ചിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ, കൗൺസിലർ അംഗങ്ങൾ പോയി വൃത്തിയാക്കേണ്ടി വന്നത് പോളപ്പായലാണ്. പോളപ്പായൽ എന്ന് പറഞ്ഞാൽ ഈ തോടിന്റെ മുകൾ ഭാഗത്ത് മാത്രമുള്ള ഒരു പായലാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലും ക്ലീൻ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഡീപ്പ് ഡീസിൽറ്റിംഗ് ചെയ്യണം. വേനൽക്കാലത്ത് തന്നെ, അല്ലെങ്കിൽ മഴ വരുന്നതിന് മുൻപ് തന്നെ ഡീപ്പ് ഡീസിൽറ്റിംഗ് ചെയ്തുകൊണ്ട് എല്ലാ വലിയ തോടുകളും ക്ലീൻ ചെയ്താൽ മാത്രമേ വെള്ളം ശരിയായ രീതിയിൽ ഒഴുകി കായലിലേക്കോ കടലിലേക്കോ സംഭവിച്ചു. എന്തുകൊണ്ട് അത് ചെയ്യാതിരുന്നു? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ? അങ്ങനെയും കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ അങ്ങനെ ചില കൗൺസിലർമാർ പറയുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പണം സാങ്ഷൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ, ഞാൻ സന്ദർഭവശാൽ പറയട്ടെ, കൊച്ചിയിൽ പ്രതിപക്ഷത്തെ കൗൺസിലറാണല്ലോ താങ്കൾ, പക്ഷേ ഭരണപക്ഷത്തെ കൗൺസിലർമാരെ വിളിച്ചിരുന്നു ഈ ചർച്ചയിലൊന്ന് പങ്കെടുക്കൂ, എന്താണ് പ്രശ്നമെന്നറിയാൻ. ഞങ്ങൾ വലിയ തിരക്കിലാണ്, ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്, ഓടകൾ വൃത്തിയാക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് കൗൺസിലർമാരും അതുപോലെ തന്നെ മേയർ പോലും പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയും ദിവസം എന്താണ് കൊച്ചിയിൽ ഇങ്ങനെ മുന്നൊരുക്കം? ഇങ്ങനെ ഒരു മഴ പെയ്യുമെന്നുള്ള കാര്യം അറിയാമായിരുന്നുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇപ്പോൾ കൗൺസിലർമാർ തന്നെ തങ്ങളുടെ വാർഡുകളിൽ എവിടെയൊക്കെയാണ് ഇങ്ങനെ മുന്നൊരുക്കം വേണ്ടത്, എവിടെയൊക്കെ ഓടകൾ വൃത്തിയാക്കണമെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. ഇതൊന്നും ഇത്തവണ നടന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിന് ഇലക്ഷനുമായി യാതൊരു ബന്ധവുമില്ല മഞ്ജുഷ്. അതൊക്കെ വാസ്തവരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോ കൊച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതിന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഏത് കോൺട്രാക്ടറാണ് ഇത് ചെയ്യേണ്ടത്? മുൻകൂർ അനുമതിയാണ് കൊടുക്കുന്നത്. മേയർ ആന്റിസിപ്പേറ്ററി അനുമതിയാണ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അനുമതി കൊടുത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ മെയ് മാസം ഇന്നത്തെ ഡേറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇന്നലെ എന്റെ ഡിവിഷനിൽ, എന്റെ വാർഡിൽ, അവിടെ ഏറ്റവും വലിയ തോട് ചങ്ങാടംപോക്ക് തോട് എന്ന് വെച്ചാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട എടപ്പള്ളി മുതലുള്ള അങ്ങനെ കണക്ട് ചെയ്ത് പ്രധാനപ്പെട്ട നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു തോടാണ്. അപ്പോൾ അവിടെ ഇന്നലെ ക്ലീനിങ് തുടങ്ങിയിട്ടില്ല, ക്ലീനിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു മെഷീനറിയുമായി, ഒരു ചെറിയ മെഷീനറിയുമായി വന്നു. ചില ആളുകൾ തൂമ്പയുമായിട്ടാണ് വന്നിരിക്കുന്നത് വലിയ തോട് ക്ലീൻ ചെയ്യാൻ. ശരിയായ രീതിയിലുള്ള എക്യുപ്മെന്റ് ഇല്ല. നഗരസഭയ്ക്ക് 6.5 കോടി രൂപ കൊടുത്തിട്ട് ഒരു എക്യുപ്മെന്റ് കഴിഞ്ഞ തവണ വാങ്ങിച്ചു. നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പത്രമാധ്യമങ്ങളും കവർ ചെയ്തതാണ്. കഴിഞ്ഞ തവണ റോബോട്ടിനെ കൊണ്ടുവരുന്നു. ഇത് സക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് MG റോഡ് പോലെ, കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MG റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മെഷീൻ, ഇതിന്റെ ഒരു ചെറിയ ഒരു ട്യൂബ് ഉപയോഗിച്ച് ഇത് മുഴുവൻ വലിച്ച് സക്ക് ചെയ്തെടുത്ത് മുഴുവൻ ചെളിയും ക്ലീൻ ചെയ്യും. ഒക്കെ ശരിയാണ്. 6.5 കോടി രൂപയാണ് ചെലവാക്കിയത്. ഇന്നലെ എന്റെ ഈ ചങ്ങാടംപോക്ക് തോട് ക്ലീൻ ചെയ്യാൻ ഈ മെഷീൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ആ മെഷീൻ നഗരസഭയിൽ ഇല്ല എന്നാണ് പറയുന്നത്. റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നാണ് വിവിധ കൗൺസിലർമാർ ചോദിക്കുമ്പോൾ പറയുന്നത്. ഇതിന് മറുപടി എന്തായാലും ഭരണപക്ഷത്തെ കൗൺസിലർമാരോ അല്ലെങ്കിൽ മേയറോ പറഞ്ഞേ തീരൂ. മേയറെ ടെലിഫോൺ ലൈനിൽ വിളിക്കാം, മേയർക്ക് തിരക്കാണെന്നാണ് എപ്പോഴും പറയുന്നത്. കൊച്ചി മേയർക്ക് എപ്പോഴും തിരക്കാണ്, അദ്ദേഹത്തെ ടെലിഫോണിൽ പോലും കിട്ടാൻ പ്രയാസമാണ്. അദ്ദേഹം ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. ശരി.
ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഇത് തെരഞ്ഞെടുപ്പും താങ്കൾ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട ഈ പ്രവർത്തനം മെയ് ആയിട്ടും ചെയ്തിട്ടില്ല. നമുക്ക് വേനൽ മഴ കിട്ടാറുണ്ടല്ലോ, വേനൽക്കാലത്ത് മഴ ഉണ്ടാവാറുണ്ട്. മഴ എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ടതല്ലേ? ഇത് പല തവണയായി പല ജില്ലകളിലായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള ഒരു മെട്രോ നഗരത്തിൽ ബസ് സ്റ്റാൻഡ് പോലും മുങ്ങിപ്പോവുകയാണ്. ഞാൻ പറയുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? 9 കോടി രൂപയോളം ഈ നഗരസഭ വന്നതിന് ശേഷം ചെലവാക്കിയിരിക്കുന്നു. അത് എവിടെയാണ് പോയത്? ഇപ്പോഴും മുല്ലശ്ശേരി കനാൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തോട്, അതാണ് നമ്മളുടെ കായലിലേക്ക് കണക്ട് ചെയ്ത വരുന്ന MG റോഡിലൂടെ പാസ് ചെയ്യുന്ന KSRTC ബസ് സ്റ്റാൻഡിലൂടെ പാസ് ചെയ്യുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് ചെന്ന് നോക്കണം. അവിടെ ഇപ്പോഴും മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താണ് നഗരസഭ ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കാണ്. സംസ്ഥാന ഗവൺമെന്റ്, തദ്ദേശ വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇടപെടാത്തത്? അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഇവിടെ കൊച്ചി നഗരത്തില് ബ്രഹ്മപുരം കത്തിയ സമയത്ത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം വന്ന് പത്രമാധ്യമങ്ങളെ കണ്ടുപോയി. ബ്രഹ്മപുരത്ത് ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ്. അവിടെ വേസ്റ്റ് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ കൊണ്ട് ആ പ്രദേശവാസികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പോ ഇപ്പോ എന്തുകൊണ്ട് അവിടെ ബയോമൈനിങ് നടക്കുന്നില്ല? അപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തികഞ്ഞ അനാസ്ഥയാണ് ഇതിന്റെ അകത്ത് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നഗരസഭകൾക്ക് കൃത്യമായി ചെയ്യാത്ത നഗരസഭകൾക്ക് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFIക്കാരിയാണെന്നാണ് വിചാരം. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായ ഈ വെള്ളക്കെട്ട്? സ്മാർട്ട് സിറ്റിയുടെ പണി കഴിഞ്ഞ മാർച്ചിൽ തീർക്കുമെന്നായിരുന്നല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. അവിടെ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അവിടെ ഈ മഴ വരുമെന്ന് അറിഞ്ഞിട്ടും ഒരു കാന, ഞാൻ ചോദിക്കുന്നത്, ചെറു കാനകൾ പോലും കോരാൻ എന്തുകൊണ്ടാണ് ഒരു നഗരസഭ മടിക്കുന്നത്? പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ സ്ഥിതി ഞാൻ നേരിട്ട് കാണുന്നതാണ്. ഓരോ ദിവസവും 8 റോഡുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. എന്നാണ് ഈ പണി പൂർത്തിയാക്കുന്നത് എന്ന് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ജൂൺ 15 എല്ലാ റോഡുകളും തുറക്കുമെന്ന്. അവിടെ പോയി നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന്. എന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ജൂൺ 15 ഞങ്ങൾ എല്ലാ റോഡും തുറക്കാൻ പോവുകയാണെന്ന്. ഈ റോഡുകളുടെ സമീപത്ത് സ്കൂളുകൾ ധാരാളമായി ഉള്ളതാണ്. ഇനി ജൂൺ 3 കൂടി ആവുമ്പോൾ, സ്കൂൾ തുറക്കുന്ന ദിവസം കൂടി ആവുമ്പോൾ എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് തലസ്ഥാനത്ത്. കൊച്ചി നഗരത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ നഗരം മുങ്ങുന്നു എന്നതുപോലെ തന്നെ ഇവിടെ ചെളി നിറഞ്ഞ് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട